ഇവിടെ ലവ് ജിഹാദ് എന്ന പദമുണ്ടോ, പദം ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളതല്ല. ഒരു സ്വാഭാവിക പ്രണയത്തിനപ്പുറത്തേക്ക് ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്രിമമായി പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ചെയ്ത് പ്രണയത്തിലേക്ക് പെടുത്തുന്നുണ്ട് എന്നും അതുവഴി മതം മാറ്റുന്നുണ്ട് എന്നും അനുഭവസ്ഥരുടെ കഥകളിൽ നിന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളത് ചർച്ച ചെയ്യാൻ തുടങ്ങി. പൊതുവെ നമ്മുടെയൊക്കെ ഒരു മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മതപരമായ ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുക അതല്ലല്ലോ പൊതുവെ നമ്മുടെ ഒന്നും മനസ്സ്. നമ്മളെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ധാരാളം കേസുകൾ ഹൈന്ദവ സംഘടനകളുടെ സമീപത്ത് എത്തിയപ്പോഴാണ് ഹൈന്ദവ സംഘടനകൾ അത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് തന്നെയായിരിക്കാം ക്രൈസ്തവ സമൂഹത്തിന്റെയും അനുഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കാരണം ഹൈന്ദവ സമൂഹത്തെക്കാൾ കൂടുതൽ കെട്ടുറപ്പുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അവർക്ക് ആരെവിടെ പോകുന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ ഉണ്ടാകും. ഇപ്പോ KCBC ഒരിക്കൽ പറയുണ്ടായി 2006 മുതൽ 2009 വരെ കൃത്യമായി 2006ഓളം ക്രിസ്ത്യൻ സ്ത്രീകൾ മുസ്ലിം സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്താൻ സാധിക്കും. അത്രയും കെട്ടുറപ്പുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ അതല്ല ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ. നമുക്ക് കൃത്യമായി എത്ര വന്നു എത്ര പോയി എന്നുള്ളത് കണക്കുകൾ അത്തരത്തിൽ നമുക്ക് നിരത്താൻ സാധ്യമല്ല. പക്ഷെ ധാരാളം അനുഭവസ്ഥർ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം അനുഭവസ്ഥർ, ആ മക്കളെ സുഖമായി ജീവിക്കുകയല്ല, അവരിത്തരത്തിൽ മതം മാറ്റത്തിന് വിധേയമായി സ്വന്തം പേര് നഷ്ടപ്പെട്ട് അവനവന്റെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ട് രക്ഷിതാക്കൾ ജീവിക്കേണ്ടി വരിക. മാത്രമല്ല നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിന്റെ അർത്ഥം തന്നെ കേവലം ശാരീരികമായ ബന്ധം മാത്രമല്ല. അതിലൂടെ നമുക്കുണ്ടാകുന്ന തലമുറകളിലൂടെ നമുക്ക് മുൻപ് കടന്നു പോയിട്ടുള്ള തലമുറകളോടുള്ള കടം വീട്ടുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആകെ 1 or 2 മക്കളുള്ളവരെ ഇത്തരത്തിൽ വിവാഹ കെണിയിൽപ്പെടുത്തി മതം മാറ്റി കൊണ്ടുപോകുമ്പോൾ, മതം മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് അവരെ മാറ്റി കൊണ്ടുപോകുമ്പോൾ ഈ പിതൃക്കളോടുള്ള കടം പോലും വീട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഹൈന്ദവ സമൂഹം ഇതിനെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത്തരം കേസുകൾ സാധാരണയായി മറ്റു രാഷ്ട്രീയക്കാരുടെ അടുത്തല്ല ചെല്ലുക. ആ രാഷ്ട്രീയക്കാർ പോലും വിളിച്ചു പറയുക ഹൈന്ദവ സംഘടനകളെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ജാഗരൂകരാകാനും സമാജത്തെ ബോധവൽക്കരിക്കാനും തുടങ്ങി. സ്വാഭാവികമായ പ്രണയം ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷേ ഇതിന്റെ റേറ്റ് വളരെ കൂടുന്നു. സ്വാഭാവികമായ പ്രണയത്തിൽ മതത്തിന് സ്ഥാനമുണ്ട്. മതം നോക്കിയല്ലല്ലോ പ്രണയിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രണയിച്ചു കഴിഞ്ഞാൽ ഉടനെ മതം മാറണം, പേര് മാറണം, വസ്ത്രധാരണ രീതി മാറണം, മുടി പുറത്ത് കാണാൻ പാടില്ല, പൊട്ടു തൊടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രണയത്തിനപ്പുറം ചിലത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവരെ അതിനെ ആ തരത്തിൽ കണ്ടില്ല. അവര് പറഞ്ഞത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരുടെ സ്വത്തല്ല, വീട്ടുകാരുടെ അടിമയുമല്ല, വീട്ടുകാരുടെ സ്വത്തല്ല. വീട്ടുകാരുടെ സ്വത്തല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഭർത്താവിന്റെയുമല്ല, ഭർത്താവിന്റെ അടിമയുമല്ല. അപ്പൊ ഭർത്താവിന്റെ മതത്തിലേക്ക് അവളെ മാറ്റുകയും അവളുടെ എല്ലാ ചിന്താധാരകളെയും മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ അത് അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം. അവൾക്ക് നിൽക്കാൻ ഒരു ഇടമുണ്ടാകുമ്പോഴല്ലേ തന്റെ ഇടം എന്ന് പറയും. ആ തന്റേതായ ഒരു ഇടം അവളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവളെ മറ്റൊരാളാക്കി അടിമയാക്കി മാറ്റുമ്പോൾ അത് തീർച്ചയായും ഇവിടുത്തെ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനുകൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ഗൗരവമുള്ള അവസ്ഥയിലേക്ക് അത് എത്തുമായിരുന്നു. പക്ഷെ അവരെല്ലാം ആരെയോ ഭയന്നുകൊണ്ട് ഇതിനെ വേണ്ട രൂപത്തിൽ അഡ്രസ് ചെയ്തു. ഇപ്പോ കേരള സ്റ്റോറി എന്നുള്ളൊരു ഫിലിം ഇതിനെ കൂടുതൽ ഇത്തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, 2 മുന്നണിക്കും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഈ സിനിമയ്ക്കെതിരെ ഒരു തരം കൊലവിളി മുഴക്കുക. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നവർക്ക് പ്രശ്നമല്ല. എവിടെയാണിത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി. ഇപ്പോ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അമ്പയജിക്കൊക്കെ കുറച്ചുകൂടി കൃത്യമായി കണക്കുകൾ പറയാൻ സാധിക്കും. വളരെ വ്യക്തമായി അനുഭവ കുറിപ്പുകളിൽ നിന്ന് തന്നെയാണ് അവരിങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് എണ്ണം അത്രയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇത് പലതും നമുക്കറിയാം കേസാക്കാൻ സാധ്യമല്ല എന്നുള്ളത്. കാരണം ഒന്ന്, അങ്ങനെ ഒരു പ്രേമത്തിന്റെ ഒരു അവസ്ഥയിൽ പെടുന്ന ഒരു കുട്ടി ഒരിക്കലും പറയില്ല എന്ന് നിർബന്ധിച്ചാണ് കൊണ്ടുപോയത് എന്നുള്ളത്. അങ്ങനെ ആ കുട്ടിക്ക് പറയാറാകുമ്പോഴേക്കും പലതും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു പ്രണയത്തിന്റെ മുമ്പുള്ള നാളുകളിൽ അവർക്ക് പലപ്പോഴും ഇത് കേസാക്കാൻ അവർ ആഗ്രഹിക്കില്ല, അവർ പറയൂല. അതുകൊണ്ട് തന്നെ നമുക്കിത് ലവ് ജിഹാദാണെന്നോ നിർബന്ധിത മതം മാറ്റമാണ് എന്നോ ഒന്നും കണക്കുകളിൽ സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ല. കണക്കുകളെക്കാൾ വലുതാണ് അനുഭവം. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് കേരളത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന ഇടത് വലത് പാർട്ടികളോട് ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത്, 2015 ജൂലൈ മാസം 20-ാം തീയതി ആലപ്പുഴയില് ഏതാനും ക്രൈസ്തവ കുടുംബങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അത് അവര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മതം മാറിപ്പോയതാണ്. അവരുടെ തന്നിഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് മാറിയത്. ഒരു സ്വാഭാവികമായ ഒരു പരിവർത്തനമായിരുന്നു. പക്ഷെ ഇത് അന്നത്തെ ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ ഈ വിഷയം പാർലമെന്റിൽ എത്തിക്കുകയും പാർലമെന്റിൽ ഒരു സ്ഫോടനാത്മകമായ സ്ഥിതി വരെ ഉണ്ടാക്കി. കേരളത്തിൽ ഘർവാപ്പസി നടക്കുന്നു, ഇത് ഇടതുപക്ഷം ഏറ്റെടുത്തു.
ഒരൊറ്റപ്പെട്ട സംഭവമായി അതിനെ കണക്കാക്കാതെ അതിനെ ഇടതുപക്ഷം ഏറ്റെടുത്തു. അപ്പൊ അത്തരത്തിൽ നടക്കുന്ന ഒരു മതം മാറ്റത്തെ ഇത്ര വലിയ കോലാഹലമാക്കി മാറ്റാമെങ്കിൽ ഈ രക്ഷിതാക്കളുടെയൊക്കെ അനുഭവം അവർ തുറന്നു പറയുന്നത്, അത് സംഘടനകൾ ഏറ്റെടുക്കുന്നത് ഏത് രൂപത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കും? നമ്മൾ മുൻകൂട്ടി ഒരു വിഷയത്തെ പറ്റി അങ്ങോട്ട് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടല്ലല്ലോ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. നഷ്ടങ്ങൾ എത്ര പരമാവധി കുറയ്ക്കാമോ അതിനനുസരിച്ചുള്ള ജാഗ്രതയല്ലേ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. കുംഭകോണത്ത് എവിടെയോ ഒരു സ്കൂള് തീപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മോക്ക് ഫയർ ഉണ്ടാക്കിയതായി കേരള വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ വിദ്യാലയങ്ങളിലും മോക്ക് ഫയർ ഉണ്ടാക്കി. ഒരു തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയുമോ എന്ന് നോക്കാൻ വേണ്ടി മോക്ക് ഫയർ ഉണ്ടാക്കി. ചിലയിടത്തൊക്കെ അത് അപകടം പോലും ഉണ്ടായി എന്നുള്ളത് ഞങ്ങളൊക്കെ നേരനുഭവസ്ഥരാണ്. അപ്പൊ ആ മോക്ക് ഫയർ ഉണ്ടാക്കിയത് അതിന് മുന്നേ അറിയില്ലേ തീ പിടിക്കൂ എന്നുള്ളതും. അപ്പൊ ഉരുത്തിയിൽ നടന്നപ്പോൾ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ എല്ലാ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിൽ മോക്ക് ഫയർ ഉണ്ടാക്കി മേലിൽ ഒറ്റ കെട്ടിടം പോലെ ഓലപ്പര ആകരുത് എന്ന് ഉത്തരവിറക്കിയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എടുക്കുന്ന ഒരു ജാഗ്രത തന്നെയാണ് ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. വോട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെ എതിർക്കുന്നവർ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഈ അനുഭവസ്ഥർക്കൊക്കെ വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിനെപ്പറ്റി ഭയമുള്ള, ഇതിനെപ്പറ്റി കൃത്യമായ അറിവുള്ള ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന വിവാദമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.